അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഈ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് നടപടികൾ, ഒന്ന് ഒരു അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുന്നു ഡി ജി പിയുടെ നേതൃത്വത്തിൽ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ, അതിലെ 2 പേർ എ ഡി ജി പിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരാണ്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു അന്വേഷണ സംഘമാണ് സ്ഥാനത്ത് നിന്ന് മാറ്റാതെ, പദവികളിൽ നിന്ന് മാറ്റാതെ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള പരാതികളിന്മേൽ, ആരോപണങ്ങളിന്മേൽ അന്വേഷണം നടക്കുന്നത്. ഇതൊരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കുമെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എടുത്തൊരു നടപടി എന്നതിനപ്പുറത്തേക്ക് ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത പി വി അൻവർ ആകട്ടെ, അരമണിക്കൂർ നേരത്തെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വളരെ ശാന്തസ്വരൂപനായി മാറിയിരിക്കുന്നു. സർവശക്തനായ ദൈവം മാത്രമാണ് പിന്നിലുള്ളതെന്നും ഒരു ഒരു സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണ് താൻ നിർവഹിച്ചതെന്നുമാണ് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇനി അൻവറിന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കാമെങ്കിൽ, സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമായിരുന്നു അൻവറിന് നിർവഹിക്കാൻ ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയിക്കാമായിരുന്നു. മാധ്യമങ്ങളുടെ ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിക്ക് നേരിട്ട് പരാതി നൽകി ഈ വിഷയം പാർട്ടിക്കകത്ത് അന്വേഷണം നടത്താമായിരുന്നു. അപ്പോൾ അതൊന്നും ആയിരുന്നില്ല അൻവറിന്റെ ഉദ്ദേശം. അൻവർ മറ്റാർക്കോ വേണ്ടി നടത്തിയിട്ടുള്ളതാണ് ഈ പരസ്യമായിട്ടുള്ള ഇടപെടലുകൾ എന്ന് സാധാരണ നിലയിൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഏറ്റവും അടുപ്പക്കാരനായ അൻവറിനെ പിണക്കാതെ, അതോടൊപ്പം തന്നെ അടുപ്പത്തിലായിരിക്കുന്ന എം ആർ അജിത് കുമാറിനെ കുഴപ്പത്തിലാക്കാതെ, എല്ലാം ഒരു മായ പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ സർക്കാർ ഒതുക്കി തീർത്തിരിക്കുന്നു. അതല്ലാതെ പിന്നെ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഞങ്ങൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വളരെ കൃത്യമായി കാര്യത്തെ സംബന്ധിച്ച് ഒരു പരസ്യ നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ശ്രീ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ആരോപണങ്ങളുടെ ദൗർബല്യം വളരെ കൃത്യമായി തന്നെ ഒരു ചർച്ചയിൽ പറയുകയും ആ ചർച്ചയ്ക്ക് ശേഷം എന്റെ നിലപാട് അതുതന്നെയായിരുന്നു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉത്തമ മാതൃക എന്നത് താൻ പ്രതിനിധാനം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തനിക്ക് ആ ഉന്നയിക്കപ്പെടേണ്ട ആരോപണങ്ങളോ ഇത്തരത്തിലുള്ള കുറ്റങ്ങളോ ഒക്കെ ഉണ്ടാകിയിട്ടുണ്ട് എങ്കിൽ അത് നിശ്ചയമായും അദ്ദേഹത്തിന്റെ ഘടകങ്ങളിൽ പറയണം. ഇവിടെ പി വി അൻവർ ഒരു പാർട്ടിയുടെ അംഗമല്ലാത്തിടത്തോളം കാലം, അദ്ദേഹം പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി തുടരുന്നിടത്തോളം കാലം ഒരു ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിൽ പാർലമെന്ററി പാർട്ടിയിലായിരുന്നു അദ്ദേഹം ഈ കാര്യത്തെ സംബന്ധിച്ച് ആദ്യം പരാതി ഉന്നയിക്കേണ്ടത്. അതിനപ്പുറം പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകാറുണ്ട്. അദ്ദേഹം ഇന്ന് ആ പരാതി ഇന്നാണ് ചെയ്തത്. മാധ്യമങ്ങളെ കാണുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, ഇടതുപക്ഷ രീതിയല്ല. ആ ഇടതുപക്ഷ രീതിയിൽ നിന്ന് വ്യതിചലിച്ചു എന്നുള്ളിടത്താണ് ഒന്നാമതായി ശ്രീ പി വി അൻവർ ചെയ്തിട്ടുള്ള ഒരു വലിയ ഒറ്റ മിനിറ്റ്. അത് താങ്കൾ ഒരു ഐഡിയോളജിയുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണല്ലോ താങ്കൾ ഈ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. അതിനെ ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒന്നും അറിയാത്തൊരു കുഞ്ഞല്ലല്ലോ പി വി അൻവർ. അപ്പോൾ പാർട്ടി ഘടകങ്ങളിലോ അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ പാർട്ടിയുടെ വ്യവസ്ഥാപിതമായ രീതികളിലോ പരാതി ഉന്നയിക്കുന്നതിന് പകരം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പരസ്യമായി മാധ്യമങ്ങളുടെ പരാതി ഉന്നയിക്കുന്നതിലൂടെ ഒരു രാഷ്ട്രീയ ദൗത്യം പി വി അൻവറിന് നിർവഹിക്കപ്പെടാനുണ്ടായിരുന്നു, മറ്റാർക്കോ വേണ്ടി. അത് സർവശക്തനായ ദൈവമല്ല, സർവശക്തനാകാൻ ആഗ്രഹിക്കുന്ന മറ്റാരോ ആണ് എന്ന് നമുക്ക് സംശയിക്കാമല്ലോ. അല്ല, നിശ്ചയമായും അതുകൊണ്ടാണ് ഇന്ന് ശ്രീ പി വി അൻവർ നിശബ്ദനാകേണ്ടി വന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച വസ്തുതാപരമായ വിഷയങ്ങളിലോ ആർജവത്തോട് തുടരാനാവുമായിരുന്നു എങ്കിൽ അദ്ദേഹം തുടരുക തന്നെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അദ്ദേഹം പിൻവലിഞ്ഞോടി എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ താൻ സഖാവെന്ന കടമ നിർവഹിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നിടത്ത് നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, വായിച്ചെടുക്കേണ്ടത്, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ നിലവിൽ അദ്ദേഹം അങ്ങനെ ഓൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ തന്നെ എനിക്കൊരു ഒരു മറു ചോദ്യമുണ്ട്. ഇനി താങ്കൾ പറയുന്നത് ഒരു സാധ്യതമായി പരിഗണിക്കാമെങ്കിൽ മറച്ചൊരു സാധ്യത കൂടി ഉണ്ടല്ലോ. അൻവറിന് ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അംഗീകരിക്കപ്പെട്ടതാണെങ്കിലോ, അതാണ് ഈ അൻവറിനെ ഈ ആരോപണങ്ങളിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിച്ചതെങ്കിലോ? താങ്കൾ അഭിഭാഷകനാണല്ലോ, അങ്ങനെയും ആലോചിക്കാമല്ലോ. അല്ല, ഗോപികൃഷ്ണൻ, അങ്ങേക്ക് കൃത്യമായ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനം നൽകി ദീർഘകാലമായി സഖാവ് പിണറായി വിജയനുമായി വളരെ അടുപ്പമുണ്ടാകും. അദ്ദേഹത്തിന്റെ മാധ്യമ ശൈലിയും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് വളരെ ധാരണയുള്ള ഒരാളാണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ. അപ്പോ അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഡീലിന് വിധേയമായി ഇത്തരം കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമെന്ന് അങ്ങ് കരുതുന്നു? ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഇങ്ങനെ ആകാശത്ത് ഉയർത്തിവിട്ടാൽ അത് അങ്ങനെ നിശബ്ദനായി നോക്കി നിൽക്കുന്ന ആളല്ല സഖാവ് പിണറായി വിജയൻ. അങ്ങനെ ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച്
നടാടെയായിട്ടുണ്ട്, കേരള ചരിത്രത്തിൽ നടാടെയായിട്ടാണ് ഒരുപക്ഷെ ഒരു ആഭ്യന്തരമന്ത്രി പൊതുവേദിയിൽ വെച്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ഒരു നോട്ടിലൂടെ അല്ലെങ്കിൽ ഒരു ജിയോയിലൂടെ അന്വേഷണം പ്രഖ്യാപിക്കാവുന്നിരിക്കെ അതിനപ്പുറം ഒരു പൊതുവേദിയിൽ വെച്ച്, അതും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ചിട്ടാണ് ആ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് മുഖ്യമന്ത്രി. അത്തരത്തിൽ ധൈര്യത്തോടു കൂടി ഈ വിഷയത്തെ സമീപിച്ചിട്ടുള്ള ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ. അതിനെ അങ്ങനെ നാം വായിച്ചെടുക്കണം. ഒരു അല്ല ഡീലും ഇക്കാര്യത്തിൽ അല്ല ശരി, അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിക്കെതിരെ കൊലപാതകത്തിനരികെ നിന്നു, സ്വർണ്ണക്കടത്ത് കേസിന്റെ ഭാഗമായി സോളാർ കേസ് അട്ടിമറിക്കാൻ നിന്നു എന്നൊക്കെയുള്ള ഇതുവരെ സംസ്ഥാനത്ത് ഒരു IPS ഉദ്യോഗസ്ഥനെതിരെയും ഉയർന്നു വരാത്ത ആരോപണങ്ങൾ ഉണ്ടായിട്ടും സ്ഥാനത്ത് തന്നെ നിർത്തി അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യേണ്ട 2 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം കൊടുത്തത്? എന്ത് സന്ദേശമാണ് അത് പൊതുസമൂഹത്തിന് നൽകുന്നത്? ഭൂവികൃഷ്ണൻ, നമ്മൾ ജീവിക്കുന്നത് വെള്ളരിക്കാപട്ടണത്തിലല്ല. കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം നയിക്കുന്നത് മറ്റൊരു ADGP ആണ്. മാത്രമല്ല, കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസി കേരളത്തിലുടനീളം കേരളത്തിലെ ഓരോ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചും, നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചും, മറ്റ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചും ഒക്കെ വിവരങ്ങൾ നിമിഷം പ്രതി തേടിക്കൊണ്ടിരിക്കുകയും ആ വിവരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉള്ള ഒരു സംസ്ഥാനത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. സ്വാഭാവികമായി ഒരു ADGPക്ക് ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ഏതെങ്കിലും പ്രവർത്തികൾ നടത്തിയാൽ ആ ADGPയെ സംബന്ധിച്ചുള്ള വിവരം അപ്പോൾ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ടേബിളിന് മുന്നിലെത്തും. അതിനപ്പുറം കേന്ദ്ര ഏജൻസികൾ വഴി കേന്ദ്ര ഗവൺമെന്റിന്റെ ടേബിളിന് മുന്നിലെത്തും. അപ്പോ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ADGPക്ക് പ്രവർത്തിക്കാനാകുമോ എന്നുള്ളത് സംശയമാണ്. ഒന്ന്. ഒരു ഒരു രണ്ട്, അവിടെ വീണ്ടും ഒരിക്കൽ കൂടി അതായത് ഇതേ ഇന്റലിജൻസ്, താങ്കൾ പറഞ്ഞ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഇതേ സംസ്ഥാനത്തിരുന്നാണ് ഒരു SP ഒരു MLAയോട് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ സംരക്ഷണയിലാണ് ഇത്രയെല്ലാം കുഴപ്പങ്ങൾ ചെയ്ത ഒരു ADGP നിലനിൽക്കുന്നത് എന്ന് ഒരു സംഭാഷണം പുറത്തു വന്നത്. ഇതേ ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിൽക്കും. നമ്മൾ ജീവിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ വെള്ളരിക്ക പട്ടണത്തിലല്ല. ഗോപികൃഷ്ണൻ, ഒരു പ്രധാനപ്പെട്ട, ഞാനും അങ്ങും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ഇപ്പൊ മറ്റാരെങ്കിലും കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു എന്നിരിക്കട്ടെ. ആ പറഞ്ഞ വിവരം താങ്കൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം താങ്കൾ ഇങ്ങനെ പൊതുവേദിയിൽ അത് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയും ചെയ്താൽ അത് എത്രത്തോളം മാന്യമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് അങ്ങ് കരുതുക? എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നീചവും നികൃഷ്ടവും നിന്ദ്യവുമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഞാനും അതുപോലെ തന്നെ കാണുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഗൗരവമുള്ള മറ്റൊരു ആരോപണവും വന്നല്ലോ. ഇതുപോലെ എത്രയോ പേരുടെ ഫോണുകൾ ടാപ്പ് ചെയ്യുന്നുണ്ട് ADGP, എന്നിട്ട് അദ്ദേഹം വിവരങ്ങൾ കൈമാറുന്നുണ്ട്. അപ്പോൾ ആ MLA പറയാണ്, ഞാനും അത് ചെയ്തിട്ടുണ്ട്, എനിക്കും അങ്ങനെ ടാപ്പ് ചെയ്ത് വിവരങ്ങൾ കയ്യിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എത്രത്തോളം നിന്ദ്യമാണ്? ഒന്ന്. രണ്ട്, ഒന്ന് സുജിത് ദാസുമായിട്ട് ശ്രീ അൻവർ സംസാരിച്ചു എന്ന് പറയുന്ന ഫോൺ സംഭാഷണത്തെ സംബന്ധിച്ചാണ്. ഒന്ന്, അതിൽ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലാണ് സുജിത് ദാസുമായി അൻവർ സംസാരിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ തെളിവുകളില്ല. രണ്ട്, സുജിത് ദാസ് തന്നെയാണോ അൻവറുമായി സംസാരിച്ചതെന്നുള്ളതിന് അതിന്റെ ശബ്ദ സാമ്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ യാതൊരു തെളിവുകളില്ല. ഒരു ആരോപണം മാത്രമായിട്ടാണ് ഇപ്പോൾ അത് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇനിയിപ്പോ ആ ശബ്ദ സന്ദേശത്തിൽ സുജിത് ദാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വസ്തുതയാണെന്നിരിക്കട്ടെ, അതെങ്ങനെ ഒരു അഡ്മിഷൻ, നിയമത്തിന്റെ ഭാഷയിലാണ് ഞാൻ ഈ പറയുന്നത്, കൺഫെഷനോ അഡ്മിഷനോ ആയി എങ്ങനെ എടുക്കാൻ കഴിയും? കാര്യം, ഇപ്പൊ സുജിത് ദാസ് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അഡ്മിഷനാണ്, അല്ലെങ്കിൽ കൺഫെഷനായി നിയമത്തിന്റെ മുന്നിൽ അഡ്മിസിബിൾ ആയിട്ട് വരും. പക്ഷേ മറ്റൊരാൾ, ഗോപികൃഷ്ണൻ ഒരു കൊലപാതകം ചെയ്ത എനിക്കറിയാമെന്ന് ഞാൻ മറ്റൊരാളോട് പറഞ്ഞാൽ അത് ഒരു തരത്തിലും നിയമത്തിന് മുന്നിൽ നിലനിൽക്കുന്നതല്ല. അപ്പോൾ മാത്രമല്ല, നമ്മൾ ഈ ശ്രീ MR അജിത് കുമാറിനെ കുറിച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, സാധാരണ ജീവിതത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. IPS ഓഫീസർ ആയത്. നാളിതുവരെ അദ്ദേഹത്തെ കുറിച്ച് ശത്രുക്കൾ പോലും അദ്ദേഹം കറപ്ഷന് വിധേയമായിട്ടുള്ള ഒരു ഓഫീസറാണെന്ന് പറഞ്ഞു കേട്ടിട്ടേയില്ല. അത് വസ്തുതയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പമുണ്ട്. അദ്ദേഹം തന്റെ കീഴുദ്യോഗസ്ഥരോട് കടുത്ത ഭാഷയിലും മോശവുമായ രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യും. അത് ഏത് പൊതുവേദിയിൽ വെച്ചാണെങ്കിലും അങ്ങനെ സംസാരിക്കാറുണ്ട്. അതുമൂലം അദ്ദേഹത്തിന് ധാരാളം പോലീസിനുള്ളിൽ ശത്രുക്കളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ശത്രുക്കളൊക്കെ ഒരുപക്ഷെ ഇപ്പോ ആസ്വദിക്കുന്നുണ്ടാവാം ഇദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. വസ്തുതകൾ ഗവൺമെന്റിന്റെ മുന്നിലുണ്ട്, പൊതുജനങ്ങൾക്ക് മുന്നിലുണ്ട്, പൊതുബോധ്യത്തിലുണ്ട്. അപ്പൊ ആ സാഹചര്യം കൂടി നാം ഇക്കാര്യത്തിൽ പരിശോധിക്കണം. ആരോപണം ഉന്നയിക്കുമ്പോൾ ആർക്കും എതിരെ എപ്പോ വേണമെങ്കിലും ആർക്കും എന്ത് ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷെ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള തെളിവുകളാണ്
നമുക്ക് ആവശ്യമുള്ളത്. അത്തരത്തിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകൾ ഉണ്ട് എങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ അന്വേഷിക്കണം. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ ഇത് ഗവൺമെന്റ് വളരെ അപ്പോഴും ഒരു ആർജവത്തോടെ പ്രശ്നമുണ്ട്. അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, താങ്കൾ കോടതിയിൽ പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ വെറും ആരോപണമാണെങ്കിൽ എന്തിനാണ് സർ സുജിത് ദാസിനെതിരെ സർക്കാർ നടപടിയെടുത്തത്? നടപടിയല്ല അത്. ആണല്ലോ, ഒരു അദ്ദേഹത്തെ സ്ഥലം മാറ്റി. സ്ഥാനചലനം എന്ന് പറയുന്നത് സർക്കാരിന്റെ നിരവധി വിധികൾ അക്കാര്യത്തിലുണ്ട്. സ്ഥാനചലനങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ സൗകര്യാർത്ഥം മാത്രം ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു മാറ്റം മാത്രമാണത്. മാത്രമല്ല, നിങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ADGP ക്രൈംസിന്റെ കീഴിലാണ് ബാക്കി ഉദ്യോഗസ്ഥർ എന്ന്. അങ്ങനെയല്ല അത് കാണേണ്ടത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡ് ഓഫ് ദ ടീം അയാളുടെ അടുത്ത് മാത്രമേ ഈ ഉദ്യോഗസ്ഥർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാനാവൂ. അല്ല, അദ്ദേഹത്തിന് പോസ്റ്റ് നൽകിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് നൽകിയിട്ടില്ല. അല്ല, അത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് പിന്നീട് പോസ്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിന്റെ ടൈമിൽ ഒരേപോലെ പോസ്റ്റിംഗ് കൊടുക്കാറില്ല. അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, അപ്പോൾ താങ്കൾ പറയുന്നത് ഈ MLA-യുമായിട്ട് നടത്തിയ സന്ദേശത്തിലെ സംഭാഷണത്തിലെ ശബ്ദം അത് സുജിത് ദാസിന്റേതാണെന്ന് സർക്കാരിന് ഇപ്പോഴും ബോധ്യമില്ല. അതിപ്പോഴും സംശയത്തിൽ തന്നെ നിൽക്കുന്ന ഒന്നാണ്. എന്നിട്ടും സുജിത് ദാസിനെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റി, സ്വാഭാവിക നടപടി. അങ്ങനെ മാത്രം കരുതാനാവില്ല അതിന്. ഒരുപക്ഷെ ഇനി സുജിത് ദാസിന്റെ ശബ്ദമാണെന്ന് ഇരിക്കട്ടെ. ആ സുജിത് ദാസിന്റെ ശബ്ദമാണെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അത് ഈ അന്വേഷണത്തിന്റെ പരിധിയിലാണല്ലോ. ഇപ്പോ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം ഇതെല്ലാം ഈ ആരോപണങ്ങൾ മുഴുവൻ അന്വേഷിക്കുകയാണല്ലോ. അന്വേഷിക്കട്ടെ. നമ്മളിപ്പോ കാര്യത്തിൽ ഒരു ധൃതി വെക്കേണ്ട കാര്യമില്ല. ഇപ്പോ ശ്രീ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിലാണ്. അതും അന്വേഷിക്കും. അതിനപ്പുറവും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ അതും അന്വേഷിക്കാനുള്ള ബാധ്യത സംസ്ഥാന പോലീസിനുണ്ടല്ലോ. അത് അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അഗ്നിശുദ്ധി വരുത്തേണ്ടവരാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരാകമാനം. അപ്പൊ അതുകൊണ്ട് അത് അന്വേഷിക്കണം. അന്വേഷിച്ചു തന്നെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നു തന്നെയാണ്. ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം ഉന്നയിച്ച ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഇക്കാര്യത്തിലുണ്ട്. അതും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ